നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. സാഹിത്യ ചിന്തയാണ് ഞാനിതിവിടെ വിഷയമാക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ സ്നേഹഗായകൻ ഒക്കെ ഉണ്ട്, ചങ്ങമ്പുഴ ഭാവഗായകൻ, അങ്ങനെയൊക്കെ പല പേരുകളിലും ചങ്ങമ്പുഴ പ്രസിദ്ധനായൊരു കവിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം മരിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു രമണൻ എഴുതിയ മറ്റൊരു കവി. അദ്ദേഹം ചങ്ങമ്പുഴയ്ക്ക് മുമ്പേ തന്നെ മരിച്ചു. രണ്ടുപേരും വലിയ കൂട്ടുകാരായിരുന്നു. പ്രേമഗാനങ്ങളും അതൊക്കെ ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ കവിത പഠിക്കാത്തവരൊന്നും പഴയ കാലത്ത് ഉണ്ടാവുകയേയില്ല. കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി എന്ന് തുടങ്ങുന്ന മനോഹരമായ കവിത ചങ്ങമ്പുഴ കവിത എന്നാണ് അതിന് പറയുക. കവിതയെയാണ് സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം കവിത എഴുതാറ്. പൊതുവെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ടങ്ങനെ സ്വയം അനുഭൂതി നുകരുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനോഹരമായ കവിതകളുടെ രചന പലതും നടത്തിയിട്ടുള്ളത്. പലരും അദ്ദേഹത്തെ ഉപദേശിക്കാറുണ്ട്. അതിൻ്റെ മദ്യപാനം തുടങ്ങാനുള്ള കാരണം പറഞ്ഞു കേൾക്കുന്നത് രമണൻ എഴുതിയ തൻ്റെ സുഹൃത്തിൻ്റെ മരണമാണ് കാരണം, ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനാന്നൊക്കെയാണ് പറയണേ. അതും എന്തും ആകട്ടെ, ഞാൻ അദ്ദേഹത്തിന് മദ്യം എന്ന ലഹരി തലയ്ക്ക് പിടിച്ചാലാണ് നല്ല കവിതകളൊക്കെ എഴുതാനായിട്ട് സാധിക്കുക. ആ മദ്യത്തോടങ്ങോട്ട് വിട പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അറിയാം അതിന് അടിമപ്പെട്ട് കഴിഞ്ഞ കാര്യം തനിക്ക് നല്ല കവിതകളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് തൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കും, താൻ തകർന്നു പോകും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതറിഞ്ഞുകൊണ്ടായാലും ആ മദ്യത്തോടുള്ള ആസക്തി, ലഹരിയിലങ്ങോട്ട് മുങ്ങിത്താഴാനുള്ള മോഹം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന കവിക്കുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ലഹരിയെപ്പറ്റി, മദ്യത്തെപ്പറ്റി എഴുതിയിട്ടുള്ള ഒരു ശ്ലോകമാണ്, സരസ ശ്ലോകമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. തനിക്ക് ഹൃദ്യമായ മദ്യത്തെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു ശ്ലോകമാണിത്. ഏഴാം സ്വർഗം വിടർന്നു തവ കടമിഴിയിൽ കൂടിയെന്നല്ല, ഞാനോ പാഴാം പുൽത്തണ്ടിൽ നിന്നും പല പല മധുര സ്വപ്നഗാനം പടർന്നു. എന്താ പറയുന്നത്? ഏഴാം സ്വർഗം വിടർന്നു തവ കടമിഴിയിൽ. കടമിഴി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കടക്കണ്ണ്. കടമിഴിയിൽ ഏഴാം സ്വർഗം വിടർന്നു എന്ന് പറഞ്ഞാൽ മദ്യം ആസ്വദിച്ചപ്പോൾ കാഴ്ചകളിലൊക്കെ അതിമനോഹാരിത, അത്യുന്നതമായ സ്വർഗാനുഭൂതി അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് മാത്രമല്ല, ഞാനാകുന്ന പാഴ്മുളം തണ്ടിൽ നിന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുക, ഞാനൊരു പാഴ്മുളം, കാട്ടി വളരുന്ന മുളം, ഒരു പാഴ്മുളം തണ്ട്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഓടക്കുഴലും അങ്ങനെ ഒരു പാഴ്മുളം തണ്ടല്ലേ? അതിൽ നിന്ന് എന്ത് മനോഹരമായ വേണുഗാനം ഒഴുകുന്നു. അത് നല്ലൊരു മുളം തണ്ട്. ഞാനൊരു പാഴ്മുളം തണ്ട്. ആ പാഴ്മുളം തണ്ടിൽ, ഞാനാകുന്ന പാഴ്മുളം തണ്ടിൽ നിന്നും പലതരത്തിലുള്ള സ്വപ്നഗാനങ്ങൾ ഒഴുകുകയും ചെയ്തു എന്ന് പറഞ്ഞ മദ്യലഹരിക്ക് അടിമപ്പെട്ട് താൻ മതിമയങ്ങി ഒരുപാട് നല്ല കവിതകൾ എഴുതാൻ തനിക്ക് സാധിച്ചു എന്നാണ് ഈ രണ്ട് വരിയുടെ അർത്ഥം. അതായത് ഏഴാം സ്വർഗം വിടർന്നു തവ കടമിഴിയിൽ കൂടി, തവ കടമിഴിയിൽ കൂടി എന്നല്ല, എൻ്റെ ലഹരിയെ, മദ്യമേ, മധുവേ, മധു എന്നും പറയും മദ്യത്തെ, എൻ്റെ മധുവേ, നിൻ്റെ കടമിഴിയിൽ നിന്നും എനിക്ക് ഏഴാം സ്വർഗം വിടർന്നു. അത്ര നല്ല അനുഭൂതി ഉണ്ടായി ആ മദ്യസേവ കൊണ്ട്, മധുരസേവ കൊണ്ട് എന്ന് മാത്രമല്ല,
ഞാനോ പാഴാം തണ്ടിൽ നിന്നും, ഞാനാകുന്ന ആ പാഴ്മുളം തണ്ടിൽ നിന്നും പല പല മധുര സ്വപ്നഗാനം പടർന്നു. പലതരത്തിലുള്ള മധുരമായ സ്വപ്നഗാനങ്ങളും വിടർന്നു വന്നു. എന്ന് വെച്ചാൽ ഞാൻ നല്ല കവിതകളൊക്കെ എഴുതി. കേഴാം ഞാൻ നാളെ, അതായത് ഞാനിപ്പോൾ കേഴാം, നാളെ ഞാൻ കരഞ്ഞേക്കാം. ഈ മദ്യാസക്തി മൂലം എൻ്റെ ആരോഗ്യം ക്ഷയിച്ച് ഞാൻ രോഗിയായി, എനിക്ക് ആരോഗ്യം നശിച്ചു കഴിയുമ്പോൾ എനിക്ക് ദുഃഖം വരും, വേദന വരും, വിഷമം വരും. ആ സമയത്ത് ഞാൻ കേഴാം. കേഴുക എന്ന് വെച്ചാൽ കരയാം. ഞാൻ കരഞ്ഞെന്നിരിക്കാം, വീഴാം. ആരോഗ്യം നശിച്ച് ഞാൻ നിലം പതിച്ചേക്കാം, കിടപ്പ് രോഗിയായി മാറിയേക്കാം. മടിയിലഖിലവും തേള് ചൂഴും തമസിൽ, എൻ്റെ ആ ജീവിതം മുഴുവൻ ഇരുട്ട് നിറയാം. രോഗിയായാൽ പിന്നെ മനുഷ്യന് എന്തുണ്ടായിട്ട് എന്താ കാര്യം? ആരോഗ്യമല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം. അത് പോയാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? താഴാം, ഞാനങ്ങോട്ട് താഴ്ന്ന് എൻ്റെ ജീവിത നിലവാരം താഴ്ന്ന് വളരെ താഴാം. അതിനും അവസരമുണ്ട്, അതും സംഭവിക്കാം. താഴട്ടെ, അങ്ങനെ താഴുകയാണെങ്കിൽ അങ്ങോട്ട് താഴട്ടെ. കേഴട്ടരികിൽ കേഴട്ടെ, ഞാൻ കരയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കരയട്ടെ. അരികിൽ വരികയേ ഹൃദ്യമേ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അനന്തര ഫലമെങ്കിലും ഈ മദ്യപാനാസക്തി കൊണ്ട്, മദ്യപാനം കൊണ്ട് തനിക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗിയായി ദുരിതങ്ങളും കഷ്ടതകളും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കേണ്ടി വരാം, കരയേണ്ടി വരാം. താൻ വീണുപോയേക്കാം, തനിക്ക് എഴുന്നേക്കാൻ താൻ കിടപ്പ് രോഗിയായി മാറിയേക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹൃദ്യമേ, മധ്യമേ, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടം നൽകുന്ന ആ ലഹരിയോട്, മദ്യത്തോട് വരിക നീ എന്നരികിൽ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും മദ്യപാനം തുടരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ കേഴാം ഞാൻ നാളെ, ഈ മദ്യപാനാസക്തി കൊണ്ട് രോഗിയാകാം, ഞാൻ അതിനെ പ്രതി കരഞ്ഞേക്കാം, വീഴാം, എൻ്റെ ആരോഗ്യം നശിച്ച് ഞാൻ വീഴാം. മടിയിലഖിലവും തേള് ചോഴും തമസിൽ, ജീവിതം മുഴുവൻ അങ്ങോട്ട് കുറ്റാക്കുറ്റി ഇരുട്ടുമായേക്കാം. താഴാം, ജീവിത നിലവാരമൊക്കെ താന്ന് ഞാൻ കിടപ്പ് രോഗിയാകാം. താഴട്ടെ, കേഴട്ടെ, അങ്ങനെ വരട്ടെ, അതൊക്കെ വന്നോട്ടെ. എന്നിരുന്നാലും വരികരികിൽ ഹൃദ്യമേ, എനിക്ക് പ്രിയപ്പെട്ട മധ്യമേ, നീ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിന്നെ ആസ്വദിക്കട്ടെ. ഇതാണ് കവി പറയുന്നത്. ഈ സ്വർഗീയ കരയട്ടെ, അല്ലയോ ഹൃദ്യമായ മദ്യമേ, നീ എൻ്റെ അരികിൽ വരിക. അതായത് വീണ്ടും 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 അദ്ദേഹം മദ്യം സേവിച്ചുകൊണ്ടിരുന്നു. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. ഏഴാം സ്വർഗം വിടർന്നു, മധു അങ്ങോട്ട് കുടിക്കുമ്പോൾ ഏഴാം സ്വർഗം വിടർന്നു പറഞ്ഞാൽ അത്രമാത്രം എല്ലാ വിഷമതകളും മറന്നു, ആനന്ദാനുഭൂതി നിറഞ്ഞ് നല്ല നല്ല ഭാവനകൾ വിരിയുന്നു. അപ്പോഴൊക്കെയാണ് എഴുതിക്കണേ, കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി എന്നുള്ള കവിതകളൊക്കെ. വേറെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി, കരുതൂരിപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി, മതിമോഹന ശുഭനർത്തനമാടൂ നിൻ കവിതേ, ജയത്തിൻ്റെ മുന്നിൽ നീ കവിതേ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും. ഇതൊക്കെ ചങ്ങമ്പുഴ കവിതയിലെ ചില വരികളാണ്. കുറേയൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ, പണ്ട് പഠിച്ചതല്ലേ, എന്നാലും പറയാം. അപ്പോൾ ഇവിടെ എന്താ കവി പറഞ്ഞത്? ഏഴാം സ്വർഗം വിടർന്നു തവ കടമിഴിയിൽ കൂടി തവ കടമിഴിയിൽ കൂടി എന്നല്ല, ഞാനോ പാഴാം പുൽത്തണ്ടിൽ നിന്നും പല പല മധുര സ്വപ്നഗാനം പടർന്നു.
കേഴാൻ ഞാൻ നാളെ വീഴാം മടിയിലഖിലവും തേള് ചൂഴും തമസ്സിൽ താഴാം താഴട്ടെ കേഴട്ടരികൾ വരികയ ഹൃദ്യമേ മധ്യമേ നീ. തേള് ചൂടും തമസ്സിൽ നിന്നുള്ള തേള് വാലിൽ വിഷമുള്ളൊരു ജീവിയാണ്. അത് വിഷമാണ്, താൻ കഴിക്കുന്നത് തേള് വിഷം പോലെയുള്ള വിഷമാണെന്നറിയാം. എന്നാലും അതിനങ്ങോട്ട് അടിമയായി, മദ്യപാനത്തിൽ അടിമപ്പെട്ടു. അത് ഒഴിവാക്കാൻ പറ്റാത്ത മാത്രം ആയി. അത് കവിക്ക് തന്നെ അത് അറിയാമായിരുന്നു. മദ്യപാനാസക്തി കൊണ്ട് തന്നെ രോഗം പിടിച്ചാണ് കേട്ടോ പിന്നീട് അദ്ദേഹം മരിക്കേണ്ടായത്. അപ്പോൾ ഈ ഒരു സരസ ശ്ലോകം, ചങ്ങമ്പുഴ എന്ന കവിയുടെ ഈ സരസ ശ്ലോകം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിലെ സാഹിത്യ ചിന്ത സമർപ്പിക്കുന്നു. കേട്ടിട്ടുള്ളവരുണ്ടാകാം, ഈ ശ്ലോകമൊക്കെ വളരെ മനോഹരമായി പാടാൻ അറിയുന്നവരും കേട്ടിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. ചങ്ങമ്പുഴയുടെ പുസ്തകങ്ങളുമൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. കേൾക്കാത്തവർക്ക് ഒന്ന് കേൾക്കാനും കേട്ടിട്ടുള്ളവർക്കൊന്ന് ഓർക്കാനും കൂടിയാണ് ഞാൻ ഈ തപസ്യ, ഈ സാഹിത്യ ചിന്ത എന്നുള്ള ഈ യജ്ഞം തുടരുന്നത്. എനിക്കും ഒന്ന് ഓർമ്മിക്കാലോ പണ്ട് പഠിച്ച് കേട്ടിട്ടുള്ളതായ ശ്ലോകങ്ങൾ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ ശ്ലോകം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു.